പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ കൊളോയിഡ്സ് എന്നുള്ള പാർട്ടിൻ്റെ ക്ലാസിഫിക്കേഷനും അതേപോലെ പ്രിപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷനാണ് കംപ്ലീറ്റ് ആയത്. എന്തായിരുന്നു നമ്മൾ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാർട്ടിക്കിളിൻ്റെ സൈസ് ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 1000 നാനോമീറ്റർ ആണെങ്കിൽ നമ്മളതിനെ പറയും കൊളോയിഡ്സ് എന്ന് പറയും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? 1 നാനോമീറ്ററിൽ താഴെയാണെങ്കിൽ അതിനെ സൊല്യൂഷൻ എന്ന് പറയും. 1000 നാനോമീറ്ററിൽ കൂടുതലാണെങ്കിൽ സസ്പെൻഷൻ എന്നും പറയും. സസ്പെൻഷൻ. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് കൊളോയിഡ്സ്. ഓക്കെ, നമുക്ക് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് ആണ്. എന്തൊക്കെയാണ് കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. നമുക്ക് കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. ദീസ് ആർ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് നോട്ട് ഓൺ നേച്ചർ ഓഫ് പാർട്ടിക്കിൾ. നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പാർട്ടിക്കിളാണ് പ്രോപ്പർട്ടീസാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓർമ്മ ഉണ്ടോ നമ്മളത് പഠിച്ചത്? ഇവിടെ നമ്മൾ സൊല്യൂഷനിൽ പഠിച്ചാണ്. ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഒന്ന്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതേപോലെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇതായിരുന്നു നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞത്. നമ്മൾ കൊളോയിഡ്സിനും അതേപോലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ കൊളോയിഡ്സിൻ്റെ പാർട്ടിക്കിളിൻ്റെ സൈസ് എത്രയാണ് പറഞ്ഞത്? ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 1000 നാനോമീറ്റർ ആണ്. സൊല്യൂഷൻ ആണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ പാർട്ടിക്കിളിൻ്റെ സൈസ് എവിടെയായിരിക്കും കൂടുതൽ ഉണ്ടാവുക? സൊല്യൂഷനിലല്ലേ ഉണ്ടാവുക. നമ്മൾ സബ്സ്റ്റൻസ് എടുത്തിട്ട് അതിനെ 1 ഗ്രാം സബ്സ്റ്റൻസ് എടുത്തു, അത് സൊല്യൂഷനാക്കി ഉണ്ടാക്കുമ്പോൾ പാർട്ടിക്കിളിൻ്റെ സൈസ് എന്തായിരിക്കും? 1 നാനോമീറ്ററിനേക്കാളും കുറവ്. കൊളോയിഡ് ആണെങ്കിൽ 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്ററിൻ്റെ ഇടയ്ക്ക് സൈസ് ഉണ്ട്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറവ് എവിടെ ഉണ്ടാവുക? കൊളോയിഡ്സിലാണ് ഉണ്ടാവുക. കൂടുതൽ എവിടെ ഉണ്ടാവുക? സൊല്യൂഷനിലാണ് ഉണ്ടാവുക. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എവിടെ കൂടുതൽ ഉണ്ടാവുക? സൊല്യൂഷനിൽ. മനസ്സിലായില്ലേ? പാർട്ടിക്കിളിൻ്റെ സൈസ് കൂടുതലാണ് കൊളോയിഡ്സിൽ, അതുകൊണ്ട് തന്നെ പാർട്ടിക്കിളിൻ്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കൊളോയിഡ്സിൻ്റെ കേസിൽ സൊല്യൂഷനേക്കാളും കുറവായിരിക്കും. എന്താ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ബീയിങ് ബിഗർ അഗ്രിഗേറ്റ്സ്, number of particles in a colloidal solution is comparatively small as then compared to true solution. Hence, values of colligative properties are small order as compared to values shown by true solution at the same concentration. മനസ്സിലായോ പറയുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്താണ്? സെയിം കോൺസെൻട്രേഷൻ. അതായത് 1 ലിറ്ററിൽ ഒരു 1 ഗ്രാം സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കരുതി നോക്ക്. അത് ട്രൂ സൊല്യൂഷൻ ആണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുതലും, കൊളോയിഡ് ആണെങ്കിൽ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് എവിടെയാണ് കൂടുതൽ ഉണ്ടാവുക? സൊല്യൂഷൻ്റെ കേസിലാണ് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളത്. മനസ്സിലായില്ലേ അത്? ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കൂ. എന്താ ടിൻഡൽ ഇഫക്റ്റ്. നന്നായിട്ട് പഠിക്കേണ്ട ഒന്നാണ്, എക്സാമിനൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയാം. നോക്കൂട്ടോ, ടിൻഡൽ ഇഫക്റ്റിന് എക്സാമ്പിളാണ് നമ്മൾ നല്ല മൂടൽ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ മരത്തിൻ്റെ ഇടയിലൂടെ ലൈറ്റ് ഇങ്ങനെ സൺലൈറ്റ് വരുമ്പോൾ നമുക്ക് ഫോട്ടോസിലൊക്കെ കാണാൻ പറ്റും. ആ ലൈറ്റിൻ്റെ പാത്ത് ഇങ്ങനെ കാണാൻ പറ്റും, ശരിയല്ല? അതേപോലെ റൂമിൽ പുകയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ലൈറ്റ് വരികയാണെങ്കിൽ ആ ലൈറ്റിൻ്റെ സൺലൈറ്റ് വരുമ്പോൾ അതിൻ്റെ പാത്ത് ഇങ്ങനെ ബീം ഓഫ് ലൈറ്റായിട്ട് കാണാൻ പറ്റും. അതേപോലെ നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ വാഹനം ഓടിച്ച് പോവുകയാണെങ്കിൽ പൊടിപടലൊക്കെ ഉള്ള സ്ഥലത്ത് കൂടിയാണ് വാഹനം ഓടിച്ച് പോകുന്നതെങ്കിൽ ലൈറ്റിൻ്റെ പാത്ത് ശരിക്കും നമുക്ക് വണ്ടിയുടെ ലൈറ്റിൻ്റെ പാത്ത് ശരിക്കും കാണാൻ പറ്റും. ഇതിനൊക്കെ നമുക്ക് പറയാം ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയാം. എന്താ ഇപ്പോൾ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കൊളോയിഡിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഒരു ബീക്കർ എടുക്കുകയാണ്. ഈ ബീക്കറിൽ നമ്മൾ NaCl സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ NaCl സൊല്യൂഷൻ ഇവിടെ നമ്മൾ ടോർച്ച് അടിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ലൈറ്റ് കൊടുക്കുക, പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുമൊന്നുമില്ല, ലൈറ്റ് അതിലൂടെ പാസ് ചെയ്യും. പക്ഷെ അത് കൊളോയിഡ് ആണെങ്കിൽ ആ ലൈറ്റ് പാത്ത് ശരിക്കും കാണാൻ പറ്റും, ലൈറ്റിൻ്റെ പാത്ത്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആ സസ്പെൻഷൻ ആണെങ്കിൽ നല്ല ചെളിവെള്ളമാണെങ്കിൽ അതിലൂടെ ലൈറ്റ് പുറത്തേക്ക് പോവില്ല. അപ്പോൾ എന്താ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താ? പിന്നെ ബീം ഓഫ് ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ കൊളോയിഡ്, ദ പാത്ത്
ബിക്കം വിസിബിൾ. നമ്മൾ കൊളോയിഡിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ പാത്ത് കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ടിൻഡൽ ഇഫക്റ്റ്. അതിന് കാരണം പറയുന്നത് എന്താ അറിയോ? ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ ലൈറ്റ് പാസ്ഡ് ത്രൂ എ കൊളോയിഡ് ദ പാത്ത് ബിക്കം വിസിബിൾ. ഇറ്റ് ഈസ് കോൾഡ് ടിൻഡൽ ഇഫക്റ്റ്. ഇറ്റ് ഈസ് ഡ്യൂ ടു, കാരണം പഠിക്കണം കേട്ടോ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ. മനസ്സിലാവുന്നുണ്ടോ? ആ പാത്തിനെ നമ്മളൊരു പേര് പറയും, ടിൻഡൽ കോൺ എന്ന് പറയും. ആ പാത്തിനെ പറയുന്ന പേരാണ് ടിൻഡൽ കോൺ. അപ്പം നമ്മൾ ഇവിടെ നോക്കൂ, നമ്മളൊരു കൊളോയിഡ് എടുക്കുകയാണ്. നമ്മൾ ഇതിൽ കൊളോയിഡ് എടുക്കുകയാണ്, ലൈറ്റ് നമ്മൾ പാസ് ചെയ്യുകയാണ്. ദെൻ ഇതിനെ ഒരു കൺവേർജ് ലെൻസ് ഉപയോഗിച്ച് ഇങ്ങനെ പാസ് ചെയ്യുകയാണെങ്കിൽ ഈ പാത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ പാത്ത് നമ്മൾ പറയുന്ന പേരാണ് ടിൻഡൽ കോൺ. അവിടെ കാണുന്നുണ്ട് ടിൻഡൽ കോൺ. മനസ്സിലാവുന്നുണ്ടോ അത്? അപ്പോൾ ടിൻഡൽ ഇഫക്റ്റ്, ടിൻഡൽ കോൺ. ടിൻഡൽ ഇഫക്റ്റിന് കാരണം എന്താണ്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, എക്സാമ്പിൾ എന്തൊക്കെയാണ് പറഞ്ഞു? നമ്മൾ മഞ്ഞൊക്കെയുള്ള സമയത്ത് ലൈറ്റ് ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ വരുമ്പോൾ, മരത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ ആ പാത്ത് ശരിക്കും കാണാൻ പറ്റും. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. അതേപോലെ നമ്മൾ റൂമിൽ പൊടിപടലോ അതേപോലെ അല്ലെങ്കിൽ പുകയൊക്കെ ഉണ്ടെങ്കിൽ, സ്മോക്കൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് അതിലൂടെ ഇങ്ങനെ വല്ല ഹോൾസിലൂടെ ഇങ്ങനെ ലൈറ്റ് വരികയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആ ബീം ഇങ്ങനെ കാണാൻ പറ്റും. അതിനൊക്കെ കാരണം എന്താ പറയുന്നത്? ടിൻഡൽ ഇഫക്റ്റ്. അതന്നെയാണ് ടിൻഡൽ ഇഫക്റ്റ് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ അത്? ഓക്കെ. ദെൻ ആ പാത്തിനെ പറയുന്ന പേരെന്താണ്? ടിൻഡൽ കോൺ. നോക്കാം നമുക്ക്. ഇതാണ്, നോക്കൂ, നമ്മളൊരു ഫ്ലാഷ് ലൈറ്റ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ അതങ്ങ് പാസ് ചെയ്യും. അതേസമയം നമ്മൾ മിക്സർ ഓഫ് വാട്ടർ ആൻഡ് മിൽക്ക്, അതൊരു കൊളോയിഡാണ്, അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ പാത്ത് കാണാൻ പറ്റും, വിസിബിൾ ആവും. അതിനെ പറയുന്ന പേരാണ് ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റിന് കാരണം എന്തായിരുന്നു? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ. ഇനി എന്താ ടിൻഡൽ എന്നുള്ള നമ്മൾ എക്സാമ്പിൾ കണ്ടു. നോക്കൂ, നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആ ടിൻഡൽ ഇഫക്റ്റിന് എക്സാമ്പിൾ. ഇനി ഈ ടിൻഡൽ ഇഫക്റ്റ് എങ്ങനെ സ്പെല്ലിംഗ് എന്താ? TYNDALL. ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഇഫക്റ്റ്, ടിൻഡൽ ഇഫക്റ്റ്. ഓക്കെ. ടിൻഡൽ ഇഫക്റ്റ് രണ്ട് കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയാണ് ആ കണ്ടീഷൻ? ഒന്ന് കാണാതെ പഠിക്കണം നിങ്ങൾ കേട്ടോ. ഡയമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് നോട്ട് മച്ച് സ്മോളർ ദാൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. എങ്ങനെയാണ്? ഡയമീറ്റർ ഓഫ് ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ ഈസ് നോട്ട് മച്ച് സ്മോളർ ദാൻ ഏതിനേക്കാളും? ദെൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. നമ്മൾ കൊളോയിഡിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഉണ്ട്, ഡിസ്പേർഷൻ മീഡിയം ഉണ്ട്. ആ ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിളിൻ്റെ സൈസ്, ഡയമീറ്റർ നോട്ട് മച്ച് സ്മോളർ ദാൻ ഏതിനേക്കാളോ പറയുന്നത്? ദെൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഫിസിക്സിൽ ഒപ്റ്റിക്സിൽ പഠിക്കുന്നതാണ്. റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം ഡിഫർ ഗ്രേറ്റ്ലി ഇൻ മാഗ്നിറ്റ്യൂഡ്. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വ്യത്യാസം പാടില്ല. എന്തൊക്കെ പറഞ്ഞ്? ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ ഈസ് നോട്ട് മച്ച് സ്മോളർ ദാൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. അതേപോലെ ദെൻ ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡീസസിൽ വ്യത്യാസം വേണം. ഇത് രണ്ടുമാണ് ടിൻഡൽ ഇഫക്റ്റിന് കണ്ടീഷൻ പറയുന്നത്. അപ്പം എന്താ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻ ലൈറ്റ് പാസ്ഡ് ത്രൂ എ കൊളോയിഡ് then the path become visible, it is called Tyndall effect. ഈ ടിൻഡൽ ഇഫക്റ്റിന് കാരണം എന്താണ്? എന്താ നമ്മൾ പറഞ്ഞത്? എന്താ? ടിൻഡൽ ഇഫക്റ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അങ്ങനെ ഈ ടിൻഡൽ ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ട്. ആ മൈക്രോസ്കോപ്പിന്റെ പേരാണ്, ഒന്ന് വായിച്ചു നോക്കൂ, സിഗ്മോണ്ടിസ് അൾട്രാ മൈക്രോസ്കോപ്പ്. പഠിക്കണം കേട്ടോ. സിഗ്മോണ്ടിസ് അൾട്രാ മൈക്രോസ്കോപ്പ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ടിൻഡൽ ഇഫക്റ്റ്. നമ്മളിപ്പോൾ ഇവിടെ ഈ കൺവേർജിങ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിവിടെ ഈ ലൈറ്റ് പാസ് ചെയ്തെങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, കൊളോയിഡൽ പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിൾ ലൈറ്റിനെ നന്നായിട്ട് സ്കാറ്റർ ചെയ്യുന്നത് കാണാൻ പറ്റും, ലൈറ്റിന്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിന് റൈറ്റ് ആംഗിൾ ആയിട്ടൊരു ഒക്കെ ഒരു നമ്മളൊരു മൈക്രോസ്കോപ്പ് ഘടിപ്പിച്ചാൽ ഇതിനെ കാണാൻ പറ്റും. ഈ പാർട്ടിക്കിളിനെ കാണാൻ പറ്റൂല, പക്ഷേ അതൊരു ബ്രൈറ്റ് സ്പോട്ടായിട്ട് കാണാൻ പറ്റും. പാർട്ടിക്കിളിനെ നമുക്ക് കാണാൻ പറ്റൂല കേട്ടോ. ആ പാർട്ടിക്കിൾ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ട് ഒരു ബ്രൈറ്റ് സ്പോട്ടായിട്ട് കാണാൻ പറ്റും. അതാണ് സിഗ്മോണ്ടിസ് അൾട്രാ മൈക്രോസ്കോപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ. എന്താണ് ടിൻഡൽ ഇഫക്റ്റ്? എന്താ അതിന് റീസൺ? എന്താ പറഞ്ഞത്? എന്താണ്? സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. പിന്നെ അതിന് എക്സാമ്പിൾ പറഞ്ഞു, പിന്നെ അതിന് കണ്ടീഷൻസ് പറഞ്ഞു. രണ്ട് കണ്ടീഷൻ അതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടീഷൻസ്: ഒന്ന്, ഡയമീറ്റർ ഓഫ് പാർട്ടിക്കിൾ ഈസ് നോട്ട് മച്ച് സ്മോളർ ദാൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. രണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ഓഫ് മീഡിയം ആൻഡ് ഫേസ് എന്തായിരിക്കണം? ഡിഫറൻസ് വേണം.
ക്ലിയർ അല്ലേ അത്? ഇനി അടുത്തത് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അൾട്രാ മൈക്രോസ്കോപ്പിന്റെ പേരാണ് സിഗ്മോണ്ടിസ് അൾട്രാ മൈക്രോസ്കോപ്പ്. സിഗ്മോണ്ടിസ് അൾട്രാ മൈക്രോസ്കോപ്പ് എടുത്താൽ കൊളോയിഡൽ പാർട്ടിക്കിളിനെ കാണാൻ പറ്റുമോ? ഇല്ല. ആ കൊളോയിഡൽ പാർട്ടിക്കിൾ ഒരു ബ്രൈറ്റ് സ്പോട്ടായിട്ട് കാണും. കാരണം അത് ലൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്കാറ്റർ ചെയ്യുന്നുണ്ട്. പാർട്ടിക്കിളിനല്ല കാണുന്ന, ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്ന നമുക്ക് ബ്രൈറ്റ് സ്പോട്ടായിട്ട് കാണാൻ പറ്റും. സോ ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇവിടെ അവസാനിക്കുകയാണ്, ടിൻഡൽ ഇഫക്റ്റ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി നമുക്ക് കളർ ഓഫ് കൊളോയിഡ് ആണ്. കൊളോയിഡ്സിന്റെ കളർ എങ്ങനെയാ പറയാന്നുള്ളത്, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കളർ പറയുന്നത് നോക്കിയേ. ദ കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് ബൈ ദി ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾ. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ എന്താണ് കളർ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ. അടുത്തതാ, ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഫർദർ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ആൻഡ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾ. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാർട്ടിക്കിളിന്റെ സൈസിനെയും അതേപോലെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, ദ കളർ ഓഫ് ദി കൊളോയിഡൽ സൊല്യൂഷൻ ഓൾസോ ചേഞ്ചസ് ദ മാനർ ഇൻ വിച്ച് ഒബ്സർവർ റിസീവ്സ് ദ ലൈറ്റ്. നമ്മൾ എങ്ങനെയാണോ ആ ലൈറ്റ് ഒബ്സർവ് ചെയ്യുന്നത് അതിനനുസരിച്ചും കളർ മാറും. എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ എന്താണ്? ദെൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ വേവ് ലെങ്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാർട്ടിക്കിളിന്റെ സൈസിനെയും പാർട്ടിക്കിളിന്റെ നേച്ചറിനെയും വരും നമുക്കതിൽ. നേച്ചർ മാറുമ്പോൾ, നേച്ചർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് മാറുമ്പോൾ എന്ത് ചെയ്യും? ദെൻ കളർ മാറും. അതേപോലെ പാർട്ടിക്കിളിന്റെ സൈസ് മാറുമ്പോൾ മാറും. എക്സാമ്പിൾ വരുന്നുണ്ട്. അതേപോലെ ദെൻ ഒബ്സർവർ എങ്ങനെയാണോ ഏത് ലൈറ്റിലാണോ, ഇപ്പോൾ ലൈറ്റിന്റെ എക്സാമ്പിൾ റിഫ്ലക്റ്റഡ് ലൈറ്റിലാവാം അല്ലെങ്കിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റിലാവാം. അതിൻ്റെ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മിൽക്ക് എന്നുള്ള നമ്മളൊരു കൊളോയിഡ് ആയിട്ടാണ് പറഞ്ഞിരുന്നത്. മിൽക്ക് അങ്ങനെയല്ലേ ഉള്ളത്. ഡയല്യൂട്ട് മിൽക്ക് എടുത്തിട്ട് നമ്മൾ ഏതൊക്കെ ലൈറ്റ് നമ്മൾ റിഫ്ലക്റ്റഡ് ലൈറ്റിൽ നോക്കുകയാണെങ്കിൽ ബ്ലൂയിഷ് കളറാണ് കാണുന്നത് എന്നുള്ള. അതേപോലെ അത് റിഫ്ലക്റ്റഡ് ലൈറ്റിലാണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റിലാണ് ബ്ലൂ കളർ, ട്രാൻസ്മിറ്റഡ് ലൈറ്റിലാണെങ്കിൽ റെഡ് കളറാണ്. റിഫ്ലക്റ്റഡ് ലൈറ്റിൽ എന്താ കാണുന്നത്? ബ്ലൂ കളർ. ട്രാൻസ്മിറ്റഡ് ലൈറ്റിൽ അതില്ലാതെ റെഡ് കളറിലാണ് കാണുന്നത്, റെഡ് കളറിൽ. അപ്പം നോക്കിയേക്ക് അവിടെ എങ്ങനെയാണോ ഒബ്സർവർ അതിനെ നോക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കളർ ഓഫ് കൊളോയിഡ്. ദെൻ ഇനി ഫൈനസ്റ്റ് ഗോൾഡ് സോളീസ് എന്താ എഴുതിയ എന്താ? റെഡ് കളർ. ഫാരഡേസ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടന്റെ മ്യൂസിയത്തിൽ ഇപ്പോഴും പണ്ടുണ്ടാക്കിയ ഈ ഗോൾഡ് സോളൊക്കെ ഉണ്ട്, ഫാരഡേ ഉണ്ടാക്കിയത്. പോട്ടെ, ഈ ഫൈനസ്റ്റ് ഗോൾഡ് സോളീസ് റെഡ് കളർ. ദെൻ സൈസ് ഓഫ് ഈ ഗോൾഡ് പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്യുന്തോറും അത് പർപ്പിൾ ആവും, ബ്ലൂ ആവും, പിന്നെ വീണ്ടും കുറെ കൂടി കഴിയുമ്പോൾ അത് ഗോൾഡൻ കളർ ആവും. നമ്മൾ ഗോൾഡ് സോൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു, ഫാരഡേസ് ഗോൾഡ്. ദെൻ ഫാരഡേ അന്നുണ്ടാക്കിയ ഗോൾഡ് സോൾ ബ്രിട്ടന്റെ മ്യൂസിയത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്ക്, കാണാൻ പറ്റും അതിന്റെ കളർ എന്താന്നുള്ളത്. അത് റെഡ് കളറിലാണ്. റെഡ് കളറിൽ പാർട്ടിക്കിളിന്റെ സൈസ് കൂടുന്തോറും പർപ്പിൾ കളറായി, പിന്നെന്താ എഴുതിയ എന്താ? ദെൻ ബ്ലൂ കളർ, ഫൈനലി എന്താണ്? ഗോൾഡൻ കളർ. അപ്പൊ കളർ ഓഫ് കൊളോയിഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് നമ്മൾ പറഞ്ഞു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് ബൈ പാർട്ടിക്കിൾ. ഇനി ആ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സൈസിനെയും അതേപോലെ നേച്ചറിനെയും. പിന്നെ എങ്ങനെയാണോ ഒബ്സർവർ ആ ലൈറ്റിനെ നോക്കുന്നത്, ആ കൊളോയിഡിനെ വ്യൂ ചെയ്യുന്നത് അതിനനുസരിച്ച് മാറാമെന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സാമ്പിൾ കൊടുത്തതാണ് മിൽക്ക് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണെങ്കിൽ അതേപോലെ സ്കാറ്റേർഡ് ലൈറ്റ്. റിഫ്ലക്റ്റഡ് ലൈറ്റിൽ ബ്ലൂ കളർ ആണെങ്കിൽ ട്രാൻസ്മിറ്റഡ് ലൈറ്റിൽ റെഡ് കളറാണ്. പിന്നെ പാർട്ടിക്കിളിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞ എക്സാമ്പിൾ ഏതാണ്? ഗോൾഡ്. ഫൈനസ്റ്റ് ഗോൾഡ് സോൾ റെഡ് കളർ ആണെങ്കിൽ പാർട്ടിക്കിളിന്റെ സൈസ് കൂടുന്തോറും പർപ്പിൾ ആവാം, ബ്ലൂ ആവാം, ഗോൾഡൻ കളർ ആവാം. ഒരു പിക്ചർ ഇങ്ങനെ നോക്കൂ കേട്ടോ. ഇവിടെ നോക്കൂ, ആദ്യം ഫൈനസ്റ്റ് ഗോൾഡ് സോൾ ആണ്. താഴെ കാണുന്ന സൈസ് വെറുതെ ഒരു സൈസ് റെഡ് കളറാണ്. പിന്നെ അതെന്തിലേക്ക് മാറുന്നുണ്ട്? പർപ്പിൾ കളറിലേക്ക് മാറുന്നുണ്ട്, പിന്നെ ബ്ലൂ കളറായി മാറുന്നുണ്ട്. വേറെ കളർ നോക്കൂ, ഇതന്നെ റെഡ്, പർപ്പിൾ, ബ്ലൂ, പിന്നെ ഏതാ വരുന്നത്? ദെൻ ഗോൾഡൻ കളറിലേക്ക് എത്തുന്നു. പാർട്ടിക്കിളിന്റെ സൈസ് മാറുമ്പോൾ കൊളോയിഡ്സിന്റെ കളർ മാറുന്നാ പറഞ്ഞത്. അപ്പൊ കളർ ഓഫ് കൊളോയിഡ് എന്നുള്ളതും ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അടുത്ത പ്രോപ്പർട്ടി ബ്രൗണിയൻ മൂവ്മെന്റ് എന്നുള്ളതാണ്. എന്താ ബ്രൗണിയൻ മൂവ്മെന്റ് നോക്കൂ. നമ്മൾ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ് ആയിട്ട് സിഗ്സാഗ് മോഷനാണ്, പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല, ഇത് അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ലൈനിൽ സിഗ്സാഗ് മോഷൻ. ഓക്കെ, ഇതിനാണ് നമ്മൾ പറയുന്നത് ബ്രൗണിയൻ മൂവ്മെന്റ്. എന്താ ബ്രൗണിയൻ മൂവ്മെന്റ്? ദ കണ്ടിന്യൂസ് സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെന്റ്. കണ്ടിന്യൂസ് സിഗ്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ദിസ് മോഷൻ വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ബ്രിട്ടീഷ് ബൊട്ടാനിസ്റ്റ് ഏതാണ്? റോബർട്ട് ബ്രൗൺ.
അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് പറയുന്നത് ബ്രൗണിയൻ മൂവ്മെൻറ്റ്. നോക്കൂ, അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അത് സ്ട്രൈറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ. എന്തായിരിക്കും ഇതിന് കാരണം? എന്തായിരിക്കും? നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിളിനെ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ബൊമ്പാർഡ് ചെയ്യാണ്. ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിളിനെ ഇവിടുന്ന് ഒരാൾ ബൊമ്പാർഡ് ചെയ്യുന്നു, കൊളൈഡ് ചെയ്യുന്നു, ഇവിടുന്നൊക്കെ ഒരേപോലെ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നെറ്റ് മൂവ്മെന്റ് ഉണ്ടാവില്ല എല്ലാ ഭാഗത്തും കൂടി വരുമ്പോൾ. പക്ഷേ ഇവിടുന്നുള്ള ഇമ്പാക്റ്റ് കൂടുതലാണെങ്കിൽ അത് ഇങ്ങോട്ട് തെറിക്കും. അപ്പൊ എന്താണ് ഇതിന് കാരണം? അൺഈക്വൽ ബൊമ്പാർഡ്മെന്റ് ആണ്. ചിലപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്നുള്ളതായിരിക്കും സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇയാൾ താഴേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പൊ എന്താണ് ഈ ബ്രൗണിയൻ മൂവ്മെന്റിന് കാരണം? എന്താ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം സിഗ്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് is called ബ്രൗണിയൻ മൂവ്മെന്റ്. ഇനി this motion was നോക്കൂ, അതെന്തൊക്കെയാണ് എഴുതിയത്? എന്താ? This motion is independent of nature of colloid. നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഈ ബൊമ്പാർഡ്മെന്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് വിസ്കോസിറ്റി ഓഫ് സൊല്യൂഷൻ. വിസ്കോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പാർട്ടിക്കിളിന്റെ സൈസിന്. പാർട്ടിക്കിളിന്റെ സൈസ് കുറവാണെങ്കിൽ ബ്രൗണിയൻ മൂവ്മെന്റ് കൂടും, വിസ്കോസിറ്റി കുറവാണെങ്കിൽ അപ്പോഴും ബ്രൗണിയൻ മൂവ്മെന്റ് കൂടും. അങ്ങനെയല്ലേ ഉള്ളത്? The Brownian movement has been explained to be due to the unbalanced bombardment of the particle by the molecules of the dispersion medium. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താ ബ്രൗണിയൻ മൂവ്മെന്റ്? എന്താ കാരണം? എന്താ? അൺബാലൻസ്ഡ് ബൊമ്പാർഡ്മെന്റ്, കൊളീഷൻ. ഒരേപോലെയാണ് കൊളീഷൻ എങ്കിൽ പാർട്ടിക്കിൾ അവിടെ തന്നെ ഉണ്ടാവും. ഇത് അൺബാലൻസ്ഡ് ബൊമ്പാർഡ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ബൈ ഡിസ്പേർഷൻ മീഡിയം. അതാണ് എന്തിന് കാരണം പറയുന്നത്? ഈ ബ്രൗണിയൻ മൂവ്മെന്റിന് കാരണം പറയുന്നത്. അപ്പൊ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം സിഗ്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് then in dispersion medium, that is called Brownian movement. Brownian movement then പാർട്ടിക്കിളിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യൂല എന്ന് പറഞ്ഞു. വിസ്കോസിറ്റി ഓഫ് ദി സൊല്യൂഷനെയും കൊളോയിഡ് ഡിസ്പേർഷൻ മീഡിയത്തെയും ഡിപ്പെൻഡ് ചെയ്യും. ഇനി പാർട്ടിക്കിളിന്റെ സൈസ് കുറയുമ്പോൾ ബ്രൗണിയൻ മൂവ്മെന്റ് കൂടും, അതേപോലെ വിസ്കോസിറ്റി കുറയുമ്പോഴും ബ്രൗണിയൻ മൂവ്മെന്റ് കൂടും. ഇനി ഈ കൊളോയിഡ്സിലുള്ള ഈ ഡിസ്പേർഷൻ ഫേസിലുള്ള പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ പാർട്ടിക്കിൾസ് പെട്ടെന്ന് സെറ്റിൽ ചെയ്യൂല. അപ്പൊ കൊളോയിഡ്സിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം എന്താണ്? ഒരു റീസൺ ഈ ബ്രൗണിയൻ മൂവ്മെന്റ് ആണ്. മനസ്സിലാവുന്നില്ലേ ഇത്? നോക്കൂ, ദ ബ്രൗണിയൻ മൂവ്മെന്റ് ഹാസ് എ സ്റ്റിറിംഗ് ഇഫക്ട് വിച്ച് ഡസ് നോട്ട് പെർമിറ്റ് ദ പാർട്ടിക്കിൾസ് ടു സെറ്റിൽസ് ആൻഡ് ദസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡ്. ബ്രൗണിയൻ മൂവ്മെന്റ് കാരണം പാർട്ടിക്കിൾസ് പെട്ടെന്ന് സെറ്റിൽ ചെയ്യൂല. അപ്പൊ എന്തിന് കാരണമാണ്? സ്റ്റെബിലിറ്റിക്ക് കാരണമാണ്. അപ്പോൾ നാലാമത്തെ പ്രോപ്പർട്ടി ബ്രൗണിയൻ മൂവ്മെന്റ്. ഒന്നാമത്തെ എന്താ നമ്മൾ പറഞ്ഞു? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ കളർ. മൂന്നാമത്തെ എന്തായിരുന്നു? ടിൻഡൽ ഇഫക്റ്റ്. നാലാമത്തേതാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. എന്താ അപ്പോൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം സിഗ്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അതിന് കാരണം എന്താണ്? അൺഈക്വൽ ബൊമ്പാർഡ്മെന്റ്. ഓക്കെ, ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വിസ്കോസിറ്റി ഓഫ് സോൾവെന്റ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ മീഡിയം, പിന്നെ സൈസ് ഓഫ് പാർട്ടിക്കിളിനെയും. ശരിയല്ലേ അത്? അപ്പോൾ ഓരോന്നിനും നമ്മൾ ആദ്യം പറഞ്ഞത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് സൊല്യൂഷനേക്കാളും കുറവായിരിക്കും നമ്മളെ കൊളോയിഡ്സിന് എന്നുള്ള. ഇനി കളറിന് കാരണം എന്തായിരുന്നു? സ്കാറ്ററിങ്, ആ സ്കാറ്റേർഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്. ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ആ പാത്ത് ബിക്കം വിസിബിൾ. അതിന് കാരണം എന്താണ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ദ സിഗ്സാഗ് മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ. അതിന് കാരണം അൺഈക്വൽ ബൊമ്പാർഡ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് by dispersion medium. Okay, then ഈ ബ്രൗണിയൻ മൂവ്മെന്റ് gives a stability to the colloid. Okay, അടുത്ത പ്രോപ്പർട്ടി നമുക്ക് പറയാനുള്ളത് ചാർജ് ഓഫ് കൊളോയിഡ്സ്. ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്. നമുക്ക് കാണാൻ പറ്റിയത് ഈ കൊളോയിഡ്സിന് ചാർജ് ഉണ്ട് എന്നുള്ള. കൊളോയിഡൽ ഒരു കൊളോയിഡ് എടുത്തു കഴിഞ്ഞാൽ അതിനൊന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. നമ്മളിപ്പോൾ ആഴ്സനിക് സൾഫൈഡ് കൊളോയിഡ് AS2S3 കൊളോയിഡ് എടുത്താൽ അതിന് സാധാരണ നെഗറ്റീവ് ചാർജാണ്. ഈ കൊളോയിഡ്സിന്, കൊളോയിഡൽ പാർട്ടിക്കിൾസിനൊക്കെ ഇതിപ്പോൾ ആഴ്സനിക് സൾഫൈഡ് കൊളോയിഡ് ആണെങ്കിൽ നെഗറ്റീവ് ചാർജാണ്. ഈ നെഗറ്റീവ് ചാർജ്, അപ്പോൾ ഒന്നെങ്കിൽ നെഗറ്റീവ് ചാർജ്, ഇതിനെല്ലാവർക്കും നെഗറ്റീവ് ചാർജ്. വേറെ ചില കൊളോയിഡ് എടുത്താൽ സിൽവർ അയോഡൈഡ് കൊളോയിഡ് നമുക്ക് വരുന്നുണ്ട്. സിൽവർ അയോഡൈഡ് കൊളോയിഡ് അത് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം, ഏതെങ്കിലും ഒരു ചാർജ്. അപ്പോൾ ഈ കൊളോയിഡ്സിനൊക്കെ ഒരേ ചാർജ് ഉള്ളത് കാരണം, ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിനൊക്കെ ഒരേ ചാർജ് ഉള്ളത് കാരണം അവർ പരസ്പരം വന്നിട്ട് റിപ്പൾഷനാണ് ഉണ്ടാവുക. ഈ റിപ്പൾഷനാണ്, ഈ ചാർജാണ് എന്തിന് കാരണം? സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡിന് കാരണം. എന്താ എഴുതിയ എന്താ? കൊളോയിഡ്സിന്, കൊളോയിഡൽ പാർട്ടിക്കിൾ ഓൾവേസ് ക്യാരി ആൻ ഇലക്ട്രിക് ചാർജ്.
The nature of this charge is same for all particles in a given colloidal solution and may be either positive or negative. കൊളോയിഡ്സിന് ചാർജ് ഉണ്ട്, അത് പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. പക്ഷെ ഒരു ഗിവൺ കൊളോയിഡിന് ആ ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ചാർജ് ഉണ്ട് എന്ന് അത് എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. പിന്നെ the presence of equal and similar charge on colloidal particle is largely responsible for stability of the colloidal solution because the repulsive forces between charged particle having same charge prevent them from aggregating when they come closer to one another. എന്താ എഴുതിയ എന്താണ്? അപ്പോൾ ഈ ചാർജാണ് എന്തിന് കാരണം പറയുന്നത്? കൊളോയിഡ്സിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം പറയുന്നത്. ഒരേ ചാർജ് ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തുണ്ടാവും? റിപ്പൾഷൻ ഉണ്ടാവും. അപ്പോൾ മോളിക്യൂൾസ് തമ്മിൽ വന്നിട്ട് അഗ്രിഗേഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവർ വന്നിട്ട് ഒന്നിച്ച് വന്നിട്ട് ദെൻ സൈസ് കൂടും. അപ്പോൾ അത് സസ്പെൻഷനായിട്ട് മാറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ കൊളോയിഡിന്റെ സ്റ്റെബിലിറ്റിക്കുള്ള ഒരു കാരണം എന്താ? നേരത്തെ ഒന്ന് നമ്മൾ പറഞ്ഞു ബ്രൗണിയൻ മൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പറയുന്നു ചാർജ് കൂടി എന്തിന് റീസൺ ആണ്? കൊളോയിഡിന്റെ സ്റ്റെബിലിറ്റിക്ക് കാരണമാണെന്നുള്ളത്. അപ്പോൾ എന്താ ചാർജ് എന്നുള്ളത് എന്താണ്? ഒരു ഗിവൺ കൊളോയിഡിന് ഒന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. കുറച്ച് എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് നോക്കിയേ, ഹൈഡ്രേറ്റഡ് മെറ്റാലിക് സോൾട്സ്, ഇപ്പോൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അങ്ങനെയൊക്കെ ഹൈഡ്രേറ്റഡ് ദെൻ മെറ്റാലിക് സോൾട്സിനൊക്കെ, മെറ്റാലിക് കൊളോയിഡ്സിനൊക്കെ, ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്സിനൊക്കെ പോസിറ്റീവ് ചാർജാണ്. അതേപോലെ ബേസിക് ഡൈസ്റ്റഫ്സ്, ഹീമോഗ്ലോബിൻ, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിന് പോസിറ്റീവ് ചാർജാണ് പറയുന്നത്. അതേപോലെ ഓക്സൈഡ്സ്, ടൈറ്റാനിയം ഓക്സൈഡിനൊക്കെ ഈ ചാർട്ട് ടെക്സ്റ്റിലുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കിയാൽ മതി. ഇതേപോലെ നെഗറ്റീവ് ചാർജിന് മെറ്റൽ സോൾസ്, കോപ്പർ, സിൽവർ, ഗോൾഡ് സോളൊക്കെ ഇതൊക്കെ നെഗറ്റീവ് ചാർജാണ്. മെറ്റാലിക് സൾഫൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ആഴ്സനിക് സൾഫൈഡ്, ആന്റിമണി സൾഫൈഡ്, കാഡ്മിയം സൾഫൈഡ്, അതൊക്കെ നെഗറ്റീവ് ചാർജാണ്. ആസിഡ് ഡൈസെപ്സ്, അതേപോലെ സോൾസ് ഓഫ് സ്റ്റാർച്ച് കൊളോയിഡ്, നമ്മൾ പറഞ്ഞത് സ്റ്റാർച്ച് വെള്ളത്തിൽ കലക്കിയാൽ, അതേപോലെ ഗം, ജലാറ്റിൻ, അതേപോലെ ക്ലേ, ചാർക്കോൾ, അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? നെഗറ്റീവ് ചാർജിന് എക്സാമ്പിൾ ആണ്. എക്സ്പെരിമെന്റലായിട്ട് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്ത് വരുന്നുണ്ട്, ഒരു എക്സ്പെരിമെന്റ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്? കൊളോയിഡ്സിന് ചാർജ് ഉണ്ട്, ഒന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെ കൊളോയിഡ്സിന്റെ ചാർജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ള 2-3 തിയറീസ് ഉണ്ട്. ചാർജ് ഓൺ കൊളോയിഡ്സ് നോക്കിയേ, ദ ചാർജ് ഓൺ കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് ഡ്യൂ ടു വൺ ഓർ മോർ റീസൺ ഡ്യൂ ടു ഇലക്ട്രോൺ ക്യാപ്ചർ ബൈ സോൾ പാർട്ടിക്കിൾ ഡ്യൂറിങ് ഇലക്ട്രോ ഡിസ്പേർഷൻ ഓഫ് മെറ്റൽസ്. അത് അതിൻ്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഈ ഇലക്ട്രോ ഡിസ്പേർഷനിൽ ഇലക്ട്രോൺ ക്യാപ്ചർ തിയറി ഇത് വെച്ചിട്ടാണ് ഈ മെറ്റൽ സോളുകളൊക്കെ നെഗറ്റീവ് ചാർജ് എന്നൊക്കെ പറയാം. മെറ്റൽ സോളുകൾ ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്തിട്ടാണ് നെഗറ്റീവ് ചാർജ് വന്നത്. അതേപോലെ ഡ്യൂ ടു പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം സൊല്യൂഷൻ, പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ നമുക്കത് വരുന്നുണ്ട്, അത് നമുക്ക് പറയാം എങ്ങനെ ഈ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ എന്നുള്ളത്. പിന്നെ ഡ്യൂ ടു ഫോർമുലേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, അത് ഏകദേശം ആ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ അതും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നോക്കിയേക്ക് എങ്ങനെയാണ് ഈ ചാർജ് വരുന്നത്. അടുത്ത് നോക്കൂ, പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ഓഫ് അയോൺ ഈസ് ദ മോസ്റ്റ് അക്സെപ്റ്റഡ് റീസൺ. ഇതാണ് നമ്മൾ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ ആണ് കാര്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനും പൊട്ടാസ്യം അയോഡൈഡ് സൊല്യൂഷനും കൂടി ആഡ് ചെയ്താൽ സിൽവർ അയോഡൈഡ് പ്ലസ് പൊട്ടാസ്യം നൈട്രേറ്റ് KNO3, ഈ സിൽവർ അയോഡൈഡ് കൊളോയിഡ് ആയിട്ട് മാറും. ഈ സിൽവർ അയോഡൈഡ് കൊളോയിഡ് പ്രിപ്പയർ ചെയ്യുന്നത് സിൽവർ നൈട്രേറ്റും അതേപോലെ പൊട്ടാസ്യം അയോഡൈഡ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നോക്കൂ, ഈ സിൽവർ നൈട്രേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് പൊട്ടാസ്യം അയോഡൈഡ്, എക്സസ് പൊട്ടാസ്യം അയോഡൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ സിൽവർ അയോഡൈഡ് കൊളോയിഡ് ഉണ്ടാവും. എങ്ങനെ കൊളോയിഡ് ഉണ്ടാവുക? കുറേ എണ്ണം അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ദെൻ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ഇങ്ങനെ കുറേ പാർട്ടിക്കിൾ ഉണ്ട് കൂടിയിട്ടാണ് ഈ ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ഉള്ളത്. എക്സസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ്, നമ്മൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തത് പൊട്ടാസ്യം അയോഡൈഡ് എക്സസിലേക്കാണ്. അപ്പോൾ ഈ പൊട്ടാസ്യം അയോഡൈഡ് ഇനിയും അവിടെ ഉണ്ട്. ആ പൊട്ടാസ്യം അയോഡൈഡിൽ ഇതിൽ കോമൺ ആയിട്ടുള്ള അയോൺ ആരാണ്? I-. ആ I- ഇയാൾ അഡ്സോർബ് ചെയ്യും. I- അടുത്ത കൊളോയിഡൽ പാർട്ടിക്കിളും ഇതേപോലെ അഡ്സോർബ് ചെയ്യും. അപ്പോൾ എന്താ ചാർജ് വന്നത്? നെഗറ്റീവ് ചാർജ് വന്നു. അപ്പോൾ സിൽവർ അയോഡൈഡിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജ്. രണ്ടാമത്തത് നമ്മൾ അടുത്ത പ്രിപ്പറേഷൻ എങ്ങനെയാണ്? പൊട്ടാസ്യം അയോഡൈഡ് സിൽവർ നൈട്രേറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ എക്സസ് ആയിട്ട് സിൽവർ നൈട്രേറ്റ് ആണ് അവിടെ ഉള്ളത്. അന്നേരം സിൽവർ അയോഡൈഡ് ഇതേപോലെ കൊളോയിഡ് ഉണ്ടാവും. സിൽവർ അയോഡൈഡ് കൊളോയിഡ് കുറേ എണ്ണം കൂടിയിട്ടാണ് ഇതേപോലെ അഗ്രിഗേഷൻ. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഈ സിൽവർ നൈട്രേറ്റിലുള്ളത് Ag+ ആണ്. അവിടെ എക്സസ് ആയിട്ട് AgNO3 ആണല്ലോ ഉള്ളത്. അപ്പോൾ അതിൽ ഇത് അഡ്സോർബ് ചെയ്യുന്നത് ഇതിൽ കോമൺ ഫാക്ടർ സിൽവർ പ്ലസിനെയാണ്. അപ്പോൾ ഈ കൊളോയിഡിന് എന്താ ചാർജ് വന്നത്? പ്ലസ് ചാർജ്, പോസിറ്റീവ് ചാർജാണ് വന്നത്. അപ്പോൾ നമ്മൾ
സിൽവർ അയോഡൈഡ് കൊളോയിഡിന് എന്തൊക്കെ ചാർജ് ആകാം? നെഗറ്റീവ് ചാർജ് ആകാം, പോസിറ്റീവ് ചാർജ് ആകാം. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മൾ എക്സസ് ആയിട്ട് ആരാണോ ഉള്ളത്, അപ്പോൾ പ്രിപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ്. സിൽവർ നൈട്രേറ്റ് പൊട്ടാസ്യം അയോഡൈഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു പൊട്ടാസ്യം അയോഡൈഡ് ആണ് എക്സസ് എന്നുള്ളത്, അപ്പോൾ I- അഡ്സോർബ് ചെയ്തു. പൊട്ടാസ്യം അയോഡൈഡ് സിൽവർ നൈട്രേറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ട് നമ്മൾ പറയുന്നു സിൽവർ ആണ് കൂടുതൽ, സിൽവർ നൈട്രേറ്റ് ആണ് കൂടുതലെങ്കിൽ അവിടെ Ag+ അഡ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നെഗറ്റീവ് ആകാം അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം. ഒന്ന് വായിച്ചു നോക്കൂ. When silver nitrate solution is added to potassium iodide solution, the precipitated silver iodide adsorb iodide ion from the dispersion medium and negatively charged colloidal solution results. മനസ്സിലാവുന്നുണ്ടോ? ഒക്കെ അടുത്ത്. However, when potassium iodide solution is added to AgNO3 solution, positively charged salt results due to adsorption of Ag+ ion from dispersion medium. അവിടെ നോക്കൂ, Ag+നെ അഡ്സോർബ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ തിയറി. അതിന് കോമൺ ആയിട്ടുള്ള അയോൺ അയാൾ അഡ്സോർബ് ചെയ്യും. ഒരു അയോണിനാണ് അഡ്സോർബ് ചെയ്യുന്നത്, അപ്പോൾ അതിന് ചാർജ് കിട്ടും, ഒന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. അപ്പോൾ സിൽവർ അയോഡൈഡ് കൊളോയിഡിന് അതിൻ്റെ പ്രിപ്പറേഷനെ ബേസ് ചെയ്തിട്ട് പോസിറ്റീവ് കൊളോയിഡ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് കൊളോയിഡ് ആകാം. നോക്കൂ, ഇതിൽ നമ്മൾ അടുത്ത് വരുന്നത് ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. എന്താണ് ആ പറയുന്നത് നോക്കൂ. അപ്പോൾ നമ്മളിവിടെ പൊട്ടാസ്യം അയോഡൈഡ് എക്സസ് ആയിട്ടുള്ള I- ഇയാൾ അഡ്സോർബ് ചെയ്തു. ഇവിടെ പൊട്ടാസ്യം കൗണ്ടർ അയോൺ ഉണ്ട്, ഇതിൻ്റെ കൗണ്ടർ അയോൺ. ഇത് നമ്മൾ വിളിക്കും സ്റ്റേഷനറി ഫേസ് എന്ന് വിളിക്കും, ഇതിനെ മൊബൈൽ ഫേസ് എന്ന് വിളിക്കും. ഇവിടെ പോസിറ്റീവ് അയോൺ ഉണ്ട്, നെഗറ്റീവ് അയോൺ ഉണ്ട്. ഇവക്കിടയ്ക്ക് ഒരു ചാർജ് സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഈ രണ്ട് ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. എന്താ പേര് കൊടുക്കുന്നത്? ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇവക്കിടക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് സീറ്റ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. സീറ്റ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ഒന്ന് വായിച്ചു നോക്കും. ദ അഡ്സോർപ്ഷൻ ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ഓൺ ദി സർഫസ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ അട്രാക്ട് കൗണ്ടർ അയോൺ ഫ്രം ദി മീഡിയം ഫോമിംഗ് എ സെക്കൻഡ് ലെയർ. കൗണ്ടർ അയോൺ ഉണ്ട് ഇവിടെ. ഇതിനാണ് NO3- ആണ് കൗണ്ടർ അയോൺ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ, ദ കോമ്പിനേഷൻ ഓഫ് 2 layers ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് അറൌണ്ട് ദി കൊളോയിഡൽ പാർട്ടിക്കിൾ ഈസ് കോൾഡ് കോമ്പിനേഷൻ ഓഫ് 2 layers ഓഫ് ഓപ്പോസിറ്റ് ചാർജസ്. അതിനെ പറയുന്ന പേരാണ് ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. എന്താ പേരെന്താ? ഹെൽമോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കുക, പിക്ചറിൽ ഫിക്സഡ് ലെയർ ഉണ്ട്, ഡിഫ്യൂസ്. ആ K+നെ നമ്മൾ ഡിഫ്യൂസ്ഡ് ലെയർ എന്ന് കൊടുക്കുന്നത്. K+ നമുക്ക് അങ്ങനെ പറയാം. ദെൻ I- ഫിക്സഡ് ലെയർ, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ എന്താണ് ഡിഫ്യൂസ്ഡ് ലെയേഴ്സ്, മൊബൈൽ ലെയേഴ്സ് എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി സീറ്റ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ദെൻ ഇവക്കിടക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അക്കോർഡിംഗ് ടു modern view, the first layer ions is firmly held and is termed as fixed layer, while the second layer is mobile, which is termed as diffused layer. The potential difference between the fixed layer and the diffused layers of opposite charges is called electrokinetic potential or zeta potential. ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോകൈനറ്റിക് പൊട്ടൻഷ്യൽ ഓർ അല്ലെങ്കിൽ എന്താണ് സീറ്റ പൊട്ടൻഷ്യൽ എന്നുള്ളത്. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? കൊളോയിഡ്സിൻ്റെ ചാർജിനെ കുറിച്ചാണ് പറഞ്ഞത്. കൊളോയിഡ്സിന് ചാർജ് ഉണ്ട്, ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. ദെൻ നമ്മൾ ആ ചാർജാണ് കൊളോയിഡ്സിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കാരണം. എങ്ങനെയാ പറയാം? ഒരു ചാർജ് ഉള്ളത് കൊണ്ട് ആ പാർട്ടിക്കിൾസ് തമ്മിൽ അടുത്തേക്ക് വരൂല, കാരണം റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. സോ സ്റ്റെബിലിറ്റി ഓഫ് എ കൊളോയിഡിന് റീസൺ ആണ് ഈ ചാർജ് എന്നുള്ളത്. ദെൻ ഈ ചാർജ് നമ്മൾ എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ 2-3 തിയറീസ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോൺ ക്യാപ്ചർ തിയറി ഉണ്ട്, 2 പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ തിയറി, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ തിയറി എന്നൊക്കെ. അതിൽ മെറ്റൽ സോളുകളൊക്കെ നെഗറ്റീവ് ചാർജാണ് പറഞ്ഞത്. ദെൻ ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡുകളൊക്കെ പോസിറ്റീവ് കൊളോയിഡായിട്ട്, മെറ്റൽ സൾഫൈഡുകൾ നമ്മൾ എന്താ പറഞ്ഞത്? എന്താ നെഗറ്റീവ് കൊളോയിഡായിട്ടാണ് അല്ലേ? ആഴ്സനിക് സൾഫൈഡ് നെഗറ്റീവ് കൊളോയിഡായിട്ടാണ്. ഹീമോഗ്ലോബിൻ നമ്മൾ പോസിറ്റീവ് കൊളോയിഡായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അതൊക്കെ ഓർത്ത് വെച്ചേക്ക് അതൊക്കെ. ദെൻ ഇനി സ്റ്റാർച്ച് നമ്മൾ എന്തിനാ എക്സാമ്പിൾ പറഞ്ഞു? ഒരു നെഗറ്റീവ് കൊളോയിഡായിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞത്. അങ്ങനല്ലേ പറഞ്ഞത്? സ്റ്റാർച്ച് ഒരു നെഗറ്റീവ് കൊളോയിഡായിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, ദെൻ ഇനി അപ്പോൾ കൊളോയിഡ്സ് നമ്മൾ ഈ ചാർജിന് നമ്മൾ പറഞ്ഞാണ് ദെൻ പ്രിഫറൻഷ്യൽ അഡ്സോർപ്ഷൻ തിയറി എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? അതിൻ്റെ പ്രിപ്പറേഷനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ സിൽവർ അയോഡൈഡ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? പൊട്ടാസ്യം അയോഡൈഡും സിൽവർ നൈട്രേറ്റ് കൂടി റിയാക്ട് ചെയ്യുമ്പോൾ പൊട്ടാസ്യം അയോഡൈഡ് എക്സസ് ഓഫ് സിൽവർ നൈട്രേറ്റ് ആണുള്ളതെങ്കിൽ നമ്മൾ പറഞ്ഞു ആ സിൽവർ അയോഡൈഡ് Ag+ന് അത് അഡ്സോർബ് ചെയ്യും, പോസിറ്റീവ് കൊളോയിഡ് ആയിരിക്കും. തിരിച്ചാണ് പൊട്ടാസ്യം അയോഡൈഡ് ആണ് കൂടുതലെങ്കിൽ I- അഡ്സോർബ് ചെയ്യും, അപ്പം നെഗറ്റീവ് കൊളോയിഡ് ആയിരിക്കും.
മനസ്സിലാവുന്നില്ലേ അത്? ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൗണ്ടർ അയോണും കൂടി അപ്പുറത്തുണ്ടാവുന്നുള്ളത്. ഒന്ന് സ്റ്റേഷനറി ഫേസും ഒന്ന് മൊബൈൽ ഫേസും. അതിനാണ് ഹെൽമോൾസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ഹെൽമോൾസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അവക്കിടക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സീറ്റ പൊട്ടൻഷ്യൽ എന്നുള്ളത്. ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സീറ്റ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇത്രയും നമ്മൾ കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ്, കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. എന്തൊക്കെയാണ് നമ്മൾ കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞത്? ഒന്ന് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, രണ്ട് കളർ ഓഫ് കൊളോയിഡ്, മൂന്നാമത്തെ ടിൻഡൽ ഇഫക്റ്റ്, നാലാമത്തെ ബ്രൗണിയൻ മൂവ്മെന്റ്, അഞ്ചാമത്തത് ചാർജ് ഓഫ് കൊളോയിഡ്സ്. നന്നായിട്ട് പഠിക്കണേ. ആ ചാർജ് ഓഫ് കൊളോയിഡ്സിൽ 2-3 ടെക്നിക്കൽ ടേം വീണ്ടും പറഞ്ഞു. ഹെൽമോൾസ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, അതേപോലെ സീറ്റ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.